അല്ലാഹുവേ കുറഞ്ഞതിൽ ബറക്കത്ത് കൊടുക്കുന്ന ചെറുതിനെ പെരുപ്പിക്കുന്ന അല്ലാഹുമ്മ ബാരിക് ഫീ ഹാദൽ ജുർഹ്. അല്ലാഹുവേ പ്ലേഗ് രോഗം പിടിപെട്ടു എന്റെ ശരീരത്തിൽ വന്ന ചെറിയ ചെറിയ വ്രണങ്ങളെ നീ ഒന്ന് വലുതാക്കി തരുമോ അല്ലാ? പടച്ചവനെ എന്റെ രോഗമൊന്ന് കഠിനമാക്കി തരുമോ റബ്ബേ? ആ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ദുആ കേട്ടപ്പോ പൊന്നുമോൻ വന്നിട്ട് ചോദിച്ചു, വാപ്പാ നിങ്ങൾ മരിക്കാൻ വേണ്ടിയാണോ ദുആ ചെയ്യുന്നത്? ആ സമയത്ത് വാപ്പ പറഞ്ഞു, പൊന്നുമോനെ ജീവിതം മടുത്തു, ഈ ജീവിതം മടുത്തു മോനെ. ഈ രോഗം വന്നതുകൊണ്ട് മടുത്തതല്ല, ഈ രോഗത്തെ ഞാൻ ജീവിച്ചിരുന്നത് എന്തിനെന്നറിയോടാ നിനക്ക്? ഞാൻ ജീവിച്ചിരുന്നത് എന്തിനാണ്? ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരുന്നത് ഒരിക്കലും കെട്ടിടങ്ങളെ കെട്ടിപ്പൊക്കാനല്ല, രമ്യകർമ്മങ്ങൾ വെക്കാനല്ല, കോൺക്രീറ്റ് സൗധങ്ങളെ നിർമ്മിക്കാനല്ല, ഗോപുരങ്ങളും ബിസിനസ് സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുത്താനല്ല. പൊന്നുമോനെ ദുനിയാവിൽ ഞാൻ ആഗ്രഹിക്കുന്ന 3 കാര്യമായിരുന്നു. ഒന്നാമത്തേത് ഉച്ചനേരത്തെ ദാഹമാണ്. നട്ടുച്ച നേരത്ത് സൂര്യൻ അതിന്റെ താപം വിസർജിച്ചു കൊണ്ടിരിക്കുമ്പോ ശരീരം അതിനെ വല്ലാതെ ഉഷ്ണം വന്നിട്ട് വിയർത്തൊലിക്കുമ്പോ തൊണ്ട നനയ്ക്കാൻ ചുണ്ടം നനയ്ക്കാൻ എന്റെ ശരീരം ആഗ്രഹിക്കുമ്പോ ഒരു തുള്ളി വെള്ളം എന്റെ വായിലൊന്ന് കിട്ടിയെങ്കിലും ഞാൻ കൊതിക്കുമ്പോൾ ആ സമയത്ത് വെള്ളം കൊടുക്കാതെ നോമ്പുകാരനായി കഴിയലാണ് പൊന്നുമോനെ ഞാൻ ആഗ്രഹിച്ചത് ദുനിയാവില്. രണ്ടാമത്തേത് മുസാഹമത്തുൽ ഉലമായി ഫിൽ മജാലിസി, ഉലമാക്കളോടൊപ്പം മജ്ലിസുകളിൽ പങ്കാളികളാകലാണ്. മൂന്നാമത്തേത് അല്ലാഹുവിന് വേണ്ടി സുജൂദിൽ വീണ് എന്റെ നെറ്റിട്ടടം മണ്ണോട് ചേരാനാണ് ഞാൻ കൊതിച്ചത് പൊന്നുമോനെ. അല്ലാതെ ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാനല്ല, ഇവിടെ വീടുകൾ പണി കഴിപ്പിക്കാനല്ല. എന്റെ ആഗ്രഹം നോമ്പ് പിടിക്കലാണ്, ഉലമാക്കളുടെ മജ്ലിസിൽ വഅദ് കേൾക്കലാണ്, അതുപോലെ എപ്പോഴും സുജൂദിൽ കിടക്കലാണ്. പറമോനെ വാപ്പാക്ക് ഈ 3 കാര്യം ഇനി പറ്റുമോ? വാപ്പാക്ക് ഈ 3 കാര്യം പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ടത് എന്റെ അല്ലാഹുവിന്റെ സാമീപ്യമാ. മോനെ സുബഹിയായോ ഒന്ന് നോക്കടാ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആ പൊന്നുമോൻ ഇറങ്ങി വന്ന് പറഞ്ഞു, പൊന്നുപ്പാ സുബഹിയായി വാപ്പാ, സുബഹിയായി എന്ന് പറഞ്ഞു. ആ സമയത്ത് വാപ്പാക്ക് വല്ലാത്ത സക്കറാത്ത് കൂടുകയാ, വല്ലാത്ത രോഗം മൂർച്ഛിക്കുമ്പോൾ പൊന്നുമക്കള് കരയാൻ തുടങ്ങി. പൊന്നുമക്കള് കരയാൻ തുടങ്ങുമ്പോൾ വാപ്പ പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ എന്ന ഉപ്പ പറയുകയാണ്, ലാ തബ്കൂ, എന്റെ പൊന്നാര മക്കളെ നിങ്ങൾ കരയല്ലേ. ഫവല്ലാഹി ലാ ഇലാഹ ഇല്ലാഹു, പടച്ചവനാണ്, അവനല്ലാതെ വേറെ ആര് ലോകത്താരാധ്യനായിട്ടില്ല. മാ ഫാതനി തക്ബീറത്തുൽ ഇഹ്റാമി 60 സന, മാ ഫാതനി തക്ബീറത്തുൽ ഇഹ്റാമി 60 സന. മക്കളെ നിങ്ങൾ എന്തിനാ കരയുന്നത്? വാപ്പ പറയട്ടെ, 60 വർഷമായി വാപ്പാക്ക് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടമായിട്ടില്ല. വാപ്പാക്ക് 60 കൊല്ലമായി തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടമായിട്ടില്ല. എന്താ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് അറിയില്ലേ? ഇമാമ് കൈകെട്ടുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന റാഇന്റെ സമയത്ത് മഅ്മൂമായി നിൽക്കുന്ന ആൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടുന്ന ആ ഒരു സമയമുണ്ടല്ലോ, തക്ബീറത്തുൽ ഇഹ്റാം, അവ്വൽ തക്ബീർ എന്നൊക്കെ നമ്മൾ പറയുന്ന അത് 60 കൊല്ലമായി വാപ്പാക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളോ ഒന്ന് ചിന്തിച്ചു നോക്ക്, 60 കൊല്ലമായി ജമാഅത്ത് മുടങ്ങിയില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. 60 കൊല്ലമായി നിസ്കാര ഖളായില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അതിനും കഴിയില്ല. ആ നമ്മൾ മുൻഗാമികളായ മുആദ് ഇബ്നു ജബൽ തങ്ങളെ പോലുള്ള മഹാരഥന്മാർ
അവർ ലോകത്തെ കുന്തും ഖൈറ ഉമ്മ, ഉത്തമരായിരുന്നു, ഉന്നത സമുദായമായിരുന്നെങ്കിൽ അതൊക്കെ നമ്മൾ കളഞ്ഞു കുളിച്ചെങ്കിൽ അതിന്റെ ഒരു വീണ്ടെടുപ്പാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ എന്തിന് കരയുന്നു മക്കളെ? 60 കൊല്ലമായി വാപ്പാക്ക് അവ്വൽ തക്ബീർ നഷ്ടമായിട്ടില്ല. എനിക്ക് വേണ്ടത് കൊട്ടാരങ്ങൾ ഉണ്ടാക്കലല്ല, വീടുകൾ വെക്കലല്ല, അരുവികൾ ഒഴുക്കലല്ല, നദികൾ ഒഴുക്കലല്ല, പുഴകൾ ഉണ്ടാക്കലല്ല, ഇവിടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തലല്ല. വാപ്പ ഉദ്ദേശിച്ചത് ലമഉൽ ഹവാജിരി, നട്ടുച്ച നേരത്തെ നോമ്പും അതുപോലെ തന്നെ ഉലമാക്കളുടെ മജ്ലിസിൽ പങ്കാളികളാകലും ഏത് സമയത്തും സുജൂദ് ചെയ്യലും. ഈ വാപ്പാക്ക് ഇപ്പൊ ഇത് മൂന്നും പറ്റില്ല. പിന്നെന്തിനാ മോനെ ഞാൻ ജീവിച്ചിരിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നക, ഈ പടച്ചവനെ നീ എന്റെ തുബാരികു ഫിൽ ഖലീൽ, നീ കുറഞ്ഞതിൽ ബറക്കത്ത് ചെയ്യുമ്പോൾ ഈ മുറിവിന് നീ ബറക്കത്ത് ചെയ്തിട്ട് അതിനെ വലുതാക്കി എന്നെ മരിപ്പിക്കണമെന്ന് ദുആ ചെയ്ത മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ അള്ളാഹുവിനെ മറന്നിട്ട് ഒരു നിമിഷം ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ ഏറ്റവും ഉദാത്തനായ ഉത്കൃഷ്ടനായ ഒരു മനുഷ്യൻ. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇദ്രീസ് നബി അലൈഹിസ്സലാം ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. നമുക്കിനി ആകെ അരമണിക്കൂർ മാത്രം സമയം, 1.5 മണിക്കൂർ കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്ത് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ആദരവ് എന്താണെന്നറിയോ? വറഫഅനാഹു മകാനൻ അലിയ. ഇദ്രീസ് നബി അല്ലാഹു തആല ഉന്നതമായ സ്ഥലത്ത് കൊണ്ടുപോയി. അഭിപ്രായങ്ങൾ പല തഫ്സീറുകളിൽ കാണാം. ഏറ്റവും ഉത്കൃഷ്ടമായ നിലയിൽ ഇദ്രീസ് നബി അല്ലാഹു തആല ആദരിച്ചു. എന്താ കാരണമെന്നറിയോ? ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും ഒരു സൂഫിയായ ദാടിയൊക്കെ വളർത്തി പച്ച കുപ്പായൊക്കെ ഇട്ട് കയ്യിൽ തസ്ബീഹുമായിട്ട് ജപമാലയുമായിട്ട് ഏതെങ്കിലും വലിയ വലിയ മരുഭൂമികളിൽ പോയി ഇരുന്നാല് നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട. നിങ്ങൾ കച്ചവടക്കാരനാണോ? നിങ്ങൾ ഡ്രൈവറാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തൊഴിലാളിയാണോ? നിങ്ങൾ മേസ്ത്രി പണി നടത്തുന്നയാളാണോ? നിങ്ങൾ എന്ത് തൊഴിലാണ് നടത്തുന്നത്? ആ തൊഴിലുകളുടെ ഇടയിൽ നിങ്ങൾക്ക് പടച്ചവനെ ഓർക്കാൻ കഴിയണം. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തയ്യൽക്കാരനായിരുന്നു. ഇദ്രീസ് നബി ടൈലറായിരുന്നു, തയ്യൽക്കാരനായിരുന്നു. അദ്ദേഹം ഇന്നത്തെ പോലുള്ള മെഷീനൊന്നും അല്ലല്ലോ. മഹാനായ ഇദ്രീസ് നബി ഈ സൂചിയിലേക്ക് നൂല് ചേർത്ത് വെക്കുമ്പോ 4 കലിമത്തുകൾ പറയുമായിരുന്നു. പഠിച്ചോളി. സൂചിയിലേക്ക് നൂല് കയറ്റിക്കൊണ്ടിരിക്കുമ്പോ 4 കലിമത്തുകൾ പറയുമായിരുന്നു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം തന്റെ തൊഴിലിനിടയിൽ പോലും അല്ലാഹനെ മറന്നില്ല. അവസാന മഹാനായ ഇദ്രീസ് നബിയോട് അല്ലാഹ് പറയുകയാണ്, ലിമാദാ റഫഅതുക മകാനൻ അലിയാ അമാ തദ്രിയാ ഇദ്രീസ് നബിയെ, എന്തുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഏറ്റവും വലിയ നിലയിൽ എത്തിച്ചതെന്നറിയോ? ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല. അല്ലാഹ് പറയുന്നു, യർതഫിഉ ഇലയ്യ മിൻ അമലിക കുല്ല യൗമിൻ മിസ്ല നിസ്ഫി അഅമാലി അഹ്ലി ദുനിയാ മിൻ കസറത്തി ദിക്രി. അങ്ങയുടെ ദിക്ർ കാരണമായി ദുനിയാവിന്റെ പകുതി അമലുകൾ അങ്ങയിൽ നിന്നാണ് കയറി വന്നുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ലോകത്തുണ്ടായിരുന്ന ആളുകളുടെ പകുതിയിലേറെ അമല് ഇദ്രീസ് നബിയിൽ നിന്നാണ് കയറിക്കൊണ്ടിരുന്നത്. കാരണം ദിക്രി, എപ്പോഴും ദിക്റാണ്, അള്ളാനെ മറന്നിട്ടില്ല. തന്റെ തൊഴിലില് ആകെയുള്ള തൊഴിൽ എന്താണ്? തയ്യലാണ്. ആ തയ്ക്കാൻ വേണ്ടിയിട്ട് സൂചിയിലേക്ക് നൂല് കയറ്റുമ്പോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. വണ്ടി എടുക്കുമ്പോ ചൊല്ലിക്കോ ഈ ദിക്ർ, ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ചൊല്ലിക്കോ. അതുപോലെ തന്നെ മൺവെട്ടി എടുക്കുമ്പോ, മൺകോരി എടുക്കുമ്പോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് തൊഴിലാണോ എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ വീടുകളിൽ അടുക്കളയിൽ നിങ്ങൾ പാകം ചെയ്യുമ്പോ, നിങ്ങളുടെ എന്താണോ തൊഴില്, ആ തൊഴിലുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെയും മറക്കാതെ ഈ ദിക്ർ നിങ്ങൾ പതിവാക്കിക്കോ. ലോകത്ത് പകുതിയോളം വരുന്ന അത്രയും വീര്യമുള്ള അമലായി അള്ളാഹുവിന്റെ ഹബീബ് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയ അമൂല്യമായ ദിക്റാണ്. അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി രണ്ടാമതൊരാളെ കൂടി അള്ളാഹു ഏറ്റവും നല്ല അടിമയെന്ന് പറഞ്ഞു. മറക്കരുത്, ഒന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം. എന്താ കാരണം? അള്ളാഹുവിന്റെ ഓർമ്മ, ആ ഒരു ദിക്ർ, സ്മരണ, അതിനെ തൊട്ട്
തന്റെ ജീവിതത്തെ സൗഭാഗ്യങ്ങൾ മറപ്പിച്ചു കളഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സകലതും വേണ്ട എന്ന് വെച്ചിട്ട് അത് മുഴുവനും അള്ളാഹുവിന്റെ ദീനിനെ സമർപ്പിക്കാനുള്ള സന്മനസ് കാണിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹു മഹാനായ സുലൈമാൻ നബിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല അടിമയാണ്. അള്ളാഹു അങ്ങനത്തെ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി രണ്ടാമതായി അള്ളാഹു പരിചയപ്പെടുത്തിയത് ആരെയാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല രണ്ടാമതായി പറയുന്നത് അതേ അധ്യായത്തിൽ തന്നെ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഏറ്റവും നല്ല അടിമയാണെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയത് ആരെന്നറിയോ? ഇന്നാ വജദ്നാഹു സാബിറാ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ശാരീരികമായ രോഗങ്ങൾ കൊടുത്തു, മാനസികമായ ഒരുപാട് വിഷമങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് സാമ്പത്തികമായ നഷ്ടങ്ങളല്ല കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് പോലും ഉപേക്ഷിച്ചു പോയി. തന്റെ ശരീരം മുഴുവൻ രോഗാതുരമായി. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, പടച്ചവരെ എന്റെ സമ്പത്ത് തിരിച്ചു തരണേ അല്ലാ, എന്റെ കുടുംബത്തെ തിരിച്ചു തരണേ അല്ലാ, എന്റെ രോഗം മാറ്റി തരണേ അല്ലാ എന്നൊന്നും പറയാതെ ഇതെല്ലാം നീ എനിക്ക് തന്നതാണ്, ഞാൻ ക്ഷമിക്കാൻ വിധിക്കപ്പെട്ടവനാണ്, എല്ലാം നിനക്ക് വേണ്ടി ക്ഷമിക്കുന്നു റബ്ബേ, എല്ലാം ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് ക്ഷമയുടെ പര്യായമായ അയ്യൂബ് നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞപ്പോ അല്ലാഹു അതേ അയ്യൂബ് നബിയെ പറ്റി പറയുകയാണ്, ഇന്നാ വജദ്നാഹു സാബിറാ. മഹാനായ അയ്യൂബ് നബി ഏറ്റവും നല്ല ക്ഷമയുള്ളവനായി നാം എത്തിച്ചു. അതുകൊണ്ട് തന്നെ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഏറ്റവും നല്ല അടിമയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. ഏറ്റവും നല്ല അടിമയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. സഹോദരങ്ങളെ, പ്രതിസന്ധികൾ വന്നപ്പോൾ, പരീക്ഷണങ്ങൾ വന്നപ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുള്ള നല്ല മനസ്സുണ്ടായത് കൊണ്ടാ സഹാബാക്കളിൽ ഇത് വ്യക്തമായി കാണാം, താബീങ്ങളിൽ ഇത് പ്രകടമായി കാണാം. എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, പരീക്ഷണങ്ങളും നന്നായി വരുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കലാണ് വേണ്ടത്. ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷമ അവലംബിക്കണേ. ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ പ്രിയപ്പെട്ട വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും മക്കൾ മരിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ഉറ്റവര് മരണപ്പെട്ടു പോകുമ്പോ ആദ്യത്തെ 3 ദിവസം നമ്മൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം. എന്തുകൊണ്ടെന്നറിയോ? ആദ്യത്തെ 3 ദിവസം നമ്മൾ പിടിച്ചു നിന്നാൽ ആ 3 ദിവസമാണ് പലരും പരാജയപ്പെട്ടു പോകുന്നത്. അതിനുശേഷം എല്ലാവരും അതോട് താദാത്മ്യം പുലർത്തുന്നതാണ്, അതിനോടൊപ്പം ഇഴകിച്ചേരുന്നതാണ്. പക്ഷെ ആദ്യത്തെ 3 ദിവസം സഹിക്കാൻ പറ്റാത്ത അസഹ്യമായ, അചിന്തനീയമായ, അവാച്യമായ, അവർണ്ണനീയമായ, അചിന്തനീയമായ ദുഃഖമാണ്. പക്ഷേ അന്ന് ക്ഷമിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അസ്സബ്റു ഇൻദ സദ്മത്തിൽ ഊലാ. ക്ഷമിക്കേണ്ടത് ആദ്യഘട്ടത്തിലാണ്. ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അങ്ങനെ ക്ഷമിക്കാൻ നമുക്ക് കഴിയണേ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അറിയുമല്ലോ, സ്വർഗ്ഗത്തിൽ പൊന്നാര ഹബീബിന്റെ തൊട്ടു പിന്നാലെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരുന്ന, ആദ്യമായി സ്വർഗ്ഗത്തിൽ എനിക്ക് ശേഷം കടന്നു വരുന്ന എന്റെ ഒന്നാമനെ അബൂബക്കർ സിദ്ദീഖ്, എന്നെ കൊണ്ട് വിശ്വസിച്ച ഒന്നാമൻ അബൂബക്കർ സിദ്ദീഖ്, എനിക്ക് ആദ്യമായി വിവാഹം കഴിപ്പിച്ചു തന്ന എന്റെ അബൂബക്കർ സിദ്ദീഖ്. ഈ അബൂബക്കർ തങ്ങളെ പറ്റിയിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് രോഗം വന്നു. ആ സമയത്ത് മഹാനായ സിദ്ദീഖ് തങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ലയോ അബൂബക്കർ സിദ്ദീഖേ, രോഗം എങ്ങനെയുണ്ട്? ആ സമയത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, അല്ലാഹു അഅലമു മാ അസാബനി
എനിക്ക് എന്താണെന്നും എന്റെ പടച്ചോൻ അറിയാലോ, എനിക്ക് എന്താ സുഖമെന്ന് എന്റെ റബ്ബിനറിയാലോ, എനിക്ക് കുറവുണ്ടോ കൂടുതലാണോ എന്ന് എന്റെ റബ്ബിനറിയാമല്ലോ. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, രോഗത്തിന്റെ കാഠിന്യത കൊണ്ട് പറഞ്ഞു പോകുന്നതാണെങ്കിലോ? ആ വമ്മയാള് ചോദിച്ചു സിദ്ദീഖ് തങ്ങളോട്, ഡോക്ടറെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്വബീബു ഖദ് റആനി, ഡോക്ടർ എന്നെ കണ്ടുപോയിരിക്കുകയാ, എന്നെ ഡോക്ടർ കണ്ടു, ഡോക്ടറുടെ കൺസൾട്ടിങ് കഴിഞ്ഞല്ലോ. ആ സമയത്ത് വന്നയാള് ചോദിച്ചു, എന്താ ഡോക്ടർ പറഞ്ഞത്? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഇന്നി ഫഅലുൽ ലിമാ ഉരീദ്, ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇന്നി ഫഅലുൽ ലിമാ ഉരീദ്, ഞാൻ ഉദ്ദേശിച്ചതൊക്കെ ചെയ്യുമെന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ. രോഗം പിടിപെട്ട് കിടക്കുമ്പോൾ ഒരാളെ കാണാൻ വേണ്ടി വന്നു. അസുഖം എങ്ങനെയുണ്ട്? അല്ലാഹു അഅലം മാ സബരി, എനിക്ക് എന്താണുള്ളത് എന്റെ പടച്ചോൻ അറിയാം. അപ്പോ രോഗത്തിന്റെ വേദന കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെങ്കിലോ? ആ മനുഷ്യൻ ചോദിച്ചു, എന്നാ ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ, വൈദ്യനെ വിളിക്കട്ടെ? ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, തുബീബു ഖദ് റആനി, കൺസൾട്ടിംഗ് കഴിഞ്ഞല്ലോ, ഞാൻ ഡോക്ടറെ കണ്ടു, എന്നെ ഡോക്ടർ കണ്ടല്ലോ. അപ്പൊ ചോദിച്ചു, ഡോക്ടർ എന്താ പറഞ്ഞത്? ഇനി ഫഅലുൽ ലിമാ ഉരീദ്, ഞാൻ ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കും. അതാരാ ഡോക്ടർ? ഏത് ഡോക്ടർ? ഏത് ഡോക്ടർ? അല്ലാഹു പറഞ്ഞു അത്ര, ഇനി ഫഅലുൽ ലിമാ ഉരീദ്, ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ചെയ്യും എന്ന് എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്ന ആളുകളോട് പറഞ്ഞത് ആശുപത്രി പോകണ്ടെന്നോ ചികിത്സിക്കണ്ടെന്നോ ഡോക്ടറെ കാണണ്ടെന്നോ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് എന്റെ റബ്ബ് തരുന്നത് ഞാൻ ക്ഷമയോടെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന സന്ദേശമാണ്. നമ്മളാണെങ്കിലോ എത്ര ഡോക്ടറെ കണ്ടിട്ടും കാര്യമില്ല അല്ലേ? ആദ്യം എന്തെങ്കിലും ചെറിയൊരു അസുഖം വരുമ്പോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങും. അത് നമ്മൾ സ്വയം ഡോക്ടറായി നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങും. ശരിയായില്ല. തൊട്ടടുത്തുള്ള ഏതെങ്കിലും ചെറിയ ഹോസ്പിറ്റലിൽ പോകും, അവിടെയും ശരിയായില്ല. എല്ലാവരും പോകുന്ന ഏറ്റവും നല്ല പ്രഗത്ഭമായ ഡോക്ടർ ഏതെങ്കിലും ആശുപത്രിയിൽ നമ്മൾ പോകും, അവിടെയും ശരിയായില്ല. ഏറ്റവും അവസാനമായി മെഡിക്കൽ കോളേജിൽ നമ്മൾ പോകും, അവിടെ എത്തുമ്പോ ശരിയായില്ല. നമ്മൾ എന്താ പറയുന്നത്? ഇനി ആരെ കയ്യില? ഇനി ആരെ കയ്യില? ഇനി പടച്ചവന്റെ കയ്യില. ചില വീടുകളിൽ പോകുമ്പോ ഡോക്ടർ വിട്ടു, എത്ര മണ്ടത്തരമാണ് പറയുന്നത് എന്ന് ചിന്തിച്ചു നോക്കി. ചില വീടുകളിൽ പോകുമ്പോ പറയും, എന്താ അങ്ങനെയുണ്ട്, എന്താ പറഞ്ഞ ആശുപത്രിയിൽ നിന്ന്? ഓ, അവരൊക്കെ കൈയൊഴിഞ്ഞു, ഡോക്ടറൊക്കെ കൈയൊഴിഞ്ഞു. അപ്പൊ ഇനി എന്താ ചെയ്യുന്നത്? ഇനി അവൻ നോക്കട്ടെ, ഇനി പടച്ചോ നോക്കും, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംസാരമുണ്ട്. അത് കൂടുതലും വിഷമമൊന്നും തോന്നരുത് സഹോദരിമാർക്കാണ്, അല്ലേ? സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു വാക്ക്. അവരെ കുറ്റം പറയുന്നതല്ല, ദുർബലത എന്നത് കൊണ്ടത് പറയാണ്, അല്ലേ? നമ്മളിപ്പോ നമ്മളെ ഈ എന്ത് പറഞ്ഞാലും സുന്ദരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മുഅന്നസ് നമ്മൾ പറയും സുന്ദരി, അല്ലേ? വിരൂപൻ, വിരൂപി, എല്ലാത്തിനും പുല്ലിംഗവുമുണ്ട് സ്ത്രീലിംഗവുമുണ്ട്. പക്ഷേ ആണുങ്ങളെ അഹങ്കാരമുള്ളവരെന്ത് പറയും? അഹങ്കാരി. പെണ്ണുങ്ങളെ അഹങ്കാരി എന്നല്ലേ പറയുന്നത്. ഇനി പുരുഷന്മാരാകുമ്പോ അഹങ്കാരൻ എന്ന് പറയില്ല. കാരണം ഈ പറയുന്ന സാധനത്തിന് സ്ത്രീലിംഗം മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം എന്താണ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന പരീക്ഷണങ്ങൾ ഒരിക്കലും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം അവസാനിക്കുമ്പോ ഇനി റബ്ബ് നോക്കിക്കൊള്ളുമെന്ന് പറയുന്ന ഏറ്റവും ഹീനമായ ഒരു വാക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് രോഗം വന്നത് എന്റെ പടച്ചവനാണ്, അവൻ നോക്കട്ടെ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല ക്ഷമയുടെ പ്രതീകം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ക്ഷമിക്കാൻ മനസ്സുള്ള ആളായിരുന്നു. തന്റെ പ്രിയപ്പെട്ട മകൻ, നേരത്തെ ഞാൻ പറഞ്ഞ യൂസുഫ് നബിയെ 40 വർഷമായി നഷ്ടപ്പെട്ടു പോയ തന്റെ പ്രിയപ്പെട്ട ഉപ്പ യാക്കൂബ് നബി അലൈഹിസ്സലാം, സമയായോ?
യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 40 വർഷം തന്റെ മകന്റെ അഭാവത്തിൽ കഴിയേണ്ടി വന്ന പിതാവാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. കരഞ്ഞ് കരഞ്ഞ്, ചരിത്രത്തിൽ നിങ്ങൾ കരയാത്ത ആരായി സദസ്സിലുള്ളത്? ഏതെങ്കിലും കാരണത്തിൽ കരയാത്ത ഒരാൾ ഈ സദസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ഒന്നുകിൽ കോഴിക്കോട് കുതിരവട്ടത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കുളമ്പാറയിലോ കൊണ്ടുപോകണം. എന്തോ മാനസിക രോഗമുണ്ട്. ജീവിതത്തിൽ കരയാത്ത ഒരാളുണ്ടാവൂല. കരയാത്ത ആരാളുള്ളത്? ഒരു പിതാവ് കരഞ്ഞു, കരഞ്ഞിട്ട് ആ പിതാവ് കരഞ്ഞ് 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 കൃഷ്ണമണി വെളുത്തുപോയി. അതാരാ? യാക്കൂബ് നബി അലൈഹിസ്സലാം. വബിയല്ലത് ഐനാഹു മിനൽ ഹുസ്നി, ദുഃഖം കൊണ്ട് വെളുത്തുപോയി കൃഷ്ണമണി കരഞ്ഞ് കരഞ്ഞ്. തന്റെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു വേദനയിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം 40 വർഷത്തോളം കരഞ്ഞെന്നാണ്. ഈ 40 വർഷം കരയുമ്പോൾ ഈ മഹാനായ യാക്കൂബ് നബി പറയുന്നത് എന്താണ്? സൂറത്ത് യൂസുഫിൽ കാണാം, ഫസ്ബറുൻ ജമീൽ. പ്രിയപ്പെട്ടവരെ, മക്കള് കരയും. മക്കള് മരണപ്പെടുമ്പോ, വാപ്പ മരണപ്പെടുമ്പോൾ, ഭാര്യ മരിക്കുമ്പോ, ഭർത്താവ് മരിക്കുമ്പോ, സ്വത്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ, ഏതെങ്കിലുമൊക്കെ അപകടങ്ങൾ നമുക്ക് വരുമ്പോൾ ആ സമയത്ത് നമ്മൾ കരയും. അത് സ്വാഭാവികമാണ്, മാനുഷികമാണ്. അങ്ങനെ കരയുമ്പോഴും നമ്മൾ പറയേണ്ടത് എന്താണ്? യാക്കൂബ് നബി എന്ന പിതാവ് കരഞ്ഞ് 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 4 പതിറ്റാണ്ട് തന്റെ പൊന്നുമോന്റെ വേർപാടിൽ കരഞ്ഞ് 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 കൃഷ്ണമണി വെളുത്തുപോയി എന്ന് പരിചയപ്പെടുത്തിയത് ഖുർആനല്ലേ? ആ സമയത്തും 40 വർഷക്കാലം യൂസുഫ് നബി കരയുന്നതോടൊപ്പം പറഞ്ഞതെന്താണ്? ഫസ്ബറുൻ ജമീൽ, നല്ല ക്ഷമയാണ് എനിക്കല്ല തന്നിട്ടുള്ളത്. വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂ. പൊന്നുമക്കളെ, നിങ്ങൾ പറഞ്ഞല്ലോ എന്റെ പൊന്നുമോൻ യൂസുഫിനെ ചെന്നായ പിടിച്ചുവെന്ന്. എനിക്കറിയാം പൊന്നുമോനെ, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്റെ റബ്ബ്, ആ പടച്ച തമ്പുരാന്റെ മേലെ സഹായത്തിന് വേണ്ടി ഞാൻ അർപ്പിച്ചിരിക്കുകയാ. എന്റെ റബ്ബെന്നെ കൈയടിയൂല. ഫസ്ബറുൻ ജമീൽ. മക്കള് പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോ വാപ്പ ചോദിക്കുന്നു, പൊന്നുമക്കളെ എന്റെ യൂസുഫിനെ കണ്ടോ? എന്റെ യൂസുഫിനെ കണ്ടോ? സഹോദരങ്ങളെ, യൂസുഫ് മരിച്ചു എന്നല്ലേ മക്കള് വാപ്പയോട് പറഞ്ഞത്? മരിച്ചതിന്റെ തെളിവും കാണിച്ചു കൊടുത്തില്ലേ? കുപ്പായത്തിൽ ആടിനെ അറുത്തിട്ട് അതിന്റെ രക്തം പുരട്ടിയിട്ട് പൊന്നുമോൻ യൂസുഫിനെ ചെന്നായ പിടിച്ചതിന്റെ രക്തമാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് ഏത് അർത്ഥത്തിലും അവിടെ വാപ്പയുടെ മുന്നിലും മകൻ മരിച്ചു എന്ന എല്ലാ ഐഡന്റിറ്റിയും കാണിച്ചു കൊടുത്തിട്ട് ആ ഉപ്പ വിശ്വസിച്ചില്ല. എന്തുകൊണ്ടാ? ആ ഉപ്പ റബ്ബിനെ എല്ലാം ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, റബ്ബേ എന്റെ പൊന്നുമോനെ തിരിച്ചു തരണേ അല്ലാ. ഫസ്ബറുൻ ജമീൽ, നല്ലൊരു ക്ഷമ ഞാൻ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞിട്ട് 40 കൊല്ലം നീണ്ട 4 പതിറ്റാണ്ടുകൾ അള്ളാന്റെ മുമ്പിൽ കരങ്ങൾ നീട്ടി ദുആ ചെയ്തു. എന്റെ ദുഃഖങ്ങളും എന്റെ സങ്കടങ്ങളും എന്റെ വിഷമങ്ങളും സർവാധിനാഥനായ റബ്ബിനെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് 4 പതിറ്റാണ്ട് സർവ്വതും റബ്ബിനെ ഏൽപ്പിച്ചപ്പോൾ യൂസുഫ് എന്ന പൊന്നുമോനെ അല്ല തിരിച്ചു കൊടുത്തല്ലോ. ഏതോ ഒരു കിണറ്റിന്റെ ഉള്ളിൽ പാറപ്പുറത്ത് ഒറ്റപ്പെട്ടു പോയ ഒരു ചെറിയ ട്രൗസർ ഇട്ട യൂസുഫ് എന്ന സൗന്ദര്യത്തിന്റെ പ്രതീകമായ ബാലചാപ്പല്യങ്ങളുള്ള ഒരു ശിശുവായിട്ടല്ല, അധികാരത്തിന്റെ അപ്പോസ്തലനായി ഈജിപ്തിന്റെ ഉത്തരവാദിത്വമുള്ള മിസ്രിന്റെ ഭരണാധികാരിയായി അവരോധിക്കപ്പെട്ട ഒരു വലിയ രാജാവായി തനിക്ക് തന്റെ പൊന്നുമോനെ യാക്കൂബ് നബിക്ക് അല്ലാഹ് തിരിച്ചു കൊടുത്തത് എന്തിന്റെ പേരിലാണ്? ഫസ്ബറുൻ ജമീൽ, നല്ല ക്ഷമ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹ് നിഅമൽ അബ്ദു, നല്ല അടിമ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇന്നഹു അവ്വാബ്, അദ്ദേഹം ഇന്ന വജദ്നാഹു സാബിറ. അല്ലാഹു അയ്യൂബ് നബി ഏറ്റവും നല്ല ക്ഷമയുള്ള ആളായിട്ട് എത്തിച്ചതിന്റെ പേരിലാണ്. എന്തിനാ അല്ലാഹ് പരീക്ഷണം തരുന്നതെന്നറിയോ? 4 കാര്യങ്ങൾക്കാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 4 കാര്യങ്ങൾക്കാണ് അല്ലാഹു പരീക്ഷണം തരുന്നത്. ഈ ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും അല്ലാഹ് എന്ത് വിപത്ത് തന്നാലും 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു തരുന്നത്. അത് മനസ്സിലാക്കുക. ഭർത്താവ് മരിച്ചോ? ഭാര്യ മരിച്ചോ? മക്കൾ മരിച്ചോ? സ്വത്ത് മുഴുവനും പോയോ? കോടികൾ നഷ്ടമായോ? ബിസിനസ്സുകൾ പൊളിഞ്ഞു പോയോ? എന്ത് വിപത്താണെങ്കിലും എന്ത് വിഷമമാണെങ്കിലും മക്കളെ തന്നില്ലേ? സന്താനങ്ങളെ തന്നിട്ടില്ലേ?
അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പരീക്ഷണം, ഓരോരുത്തർക്ക് സ്വകാര്യമായി എന്ത് 100 കാര്യങ്ങൾ പറയാനുണ്ടാവും. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ എത്ര നമ്മൾ പൊട്ടിച്ചിരിച്ചാലും എത്ര സന്തോഷിച്ചാലും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ആ സന്തോഷത്തിന് തിരശ്ശീല വീഴുന്ന, സന്തോഷത്തിന് ഒരു ബ്രേക്ക് നൽകുന്ന, പെട്ടെന്ന് അതിനെ സഡൻ ബ്രേക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടാവും. അതാണ് മനുഷ്യൻ. ജീവിതത്തിൽ എത്ര വലിയ ദുഃഖം വന്നാലും എപ്പോഴെങ്കിലും ഒന്ന് ഉള്ളിൽ സന്തോഷിക്കുന്ന ഒരു സന്തോഷമല്ല നമുക്ക് തന്നിട്ടുണ്ടാവും. അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, ചുമരിൽ ഒരു വാചകം എഴുതണം, ദുഃഖിതൻ വായിച്ചാൽ സന്തോഷിക്കണം, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നവൻ വായിച്ചാൽ അവൻ ദുഃഖിക്കണം. എഴുതാൻ പറഞ്ഞു. ഒരൊറ്റ വരി എഴുതി. എന്താണ്? ഈ സമയം കടന്നു പോകും, ഭയങ്കര വിഷമം ജീവിതത്തിൽ, പ്രതിസന്ധി. ആ വാചകം വായിക്കുന്നയാൾ ഈ സമയം കടന്നു പോകും. എന്തായാലും ഈ ദുഃഖമൊക്കെ മാറുമല്ലോ, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കേണ്ട. വളരെ സന്തോഷത്തോടെ വരുന്നവൻ അവന്റെ സന്തോഷത്തിന് ബ്രേക്ക് ചെയ്യും. കാരണം ഈ സമയം കഴിഞ്ഞു പോകും, എപ്പോഴെങ്കിലും ദുഃഖം തിരിച്ചു വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് തരുന്ന പരീക്ഷണങ്ങൾ 4-ൽ ഏതെങ്കിലും ഒന്നിനായിരിക്കും, അല്ലെങ്കിൽ 4-എണ്ണത്തിനായിരിക്കും. ഒന്ന്, ദുനിയാവിലെ ഉയർച്ചയ്ക്കാണ് അള്ളാഹു നമുക്ക് പരീക്ഷണം തരുന്നത്. ദുനിയാവിലെ ഉയർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ കാലാകാലം ആളുകൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. ഇന്നും ക്ഷമയുടെ വിഷയം പറയുമ്പോൾ, ഇന്നും പരീക്ഷണങ്ങളുടെ വിഷയം പറയുമ്പോൾ, അഫ്ഗാനിന്റെയും ഫലസ്തീനിന്റെയും ഗുജറാത്തിന്റെയും അഹമ്മദാബാദിന്റെയും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലും വടക്കേ ഇന്ത്യയിൽ നമ്മുടെ സമുദായത്തിന്റെ ചെറുപ്പക്കാര് ബീഫിന്റെ പേരിൽ, ചാണകത്തിന്റെ പേരിൽ, പശുവിന്റെ തുകലിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുമ്പോ, അടിച്ചു കൊല്ലപ്പെടുമ്പോ എപ്പോഴും ആളുകൾ പറയുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു അനുഭവിച്ച ത്യാഗത്തിന്റെ കഥകളാണ്. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു? ഒരു സഹസ്രാബ്ദവും 4 പതിറ്റാണ്ടും, ഒരു സഹസ്രാബ്ദവും 4 നൂറ്റാണ്ടും, അതുപോലെ തന്നെ 8 പതിറ്റാണ്ടും കഴിഞ്ഞ് 1480 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങളിൽ, കലാപമല്ല വംശഹത്യ, കലാപം എന്ന് പറയുമ്പോ സമാസമമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുമ്പോഴാണ് കലാപം എന്ന് പറയുന്നത്. കലാപം വേറെ, വംശഹത്യ വേറെ. നടക്കുന്നത്, ഇന്ത്യയിൽ നടക്കുന്നത് മുഴുവനും കലാപമല്ല, വംശഹത്യയാണ്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന മുഴുവൻ വംശഹത്യയും എന്റെ പ്രിയപ്പെട്ടവരെ പരാമർശിക്കപ്പെടുമ്പോൾ എല്ലാവരും ഒരു സഹസ്രാബ്ദവും 4 നൂറ്റാണ്ടും 8 പതിറ്റാണ്ടുകൾക്കും അപ്പുറത്തുമുള്ള ഉമയ്യത്തിന്റെ കിങ്കരന്മാര് ബതഹാഇന്റെ താഴ്വരയിലിട്ട് ചാട്ടവാറടിച്ചുകൊണ്ട്, ചമ്മട്ടിയടിച്ചുകൊണ്ട്, ശരീരത്തിന്റെ തോല്, ആട്ടിന്റെ തോല് മാംസത്തിൽ നിന്ന് തൊലിയുരിക്കപ്പെടുന്നത് പോലെ ഓരോ അടികൊള്ളുമ്പോഴും കറുത്ത 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 തോലുരിഞ്ഞു വരുമ്പോൾ അഹദ് അഹദ് എന്ന് വിളിച്ച ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നത് എന്തുകൊണ്ടാ? ചരിത്രം പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു തആല ക്ഷമയ്ക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം ദുനിയാവിൽ വലിയ ഉയർച്ചയാണ്. ലോകം അവസാനിക്കുന്നത് വരെ അവരെ പറഞ്ഞുകൊണ്ടിരിക്കും. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ 2022 പറയാതിരിക്കില്ല, 2032 അതുപോലെ തന്നെ 3000 പറയാതിരിക്കില്ല. ലോകമുള്ളിടത്തോളം കാലം ബിലാൽ റളിയല്ലാഹു അൻഹു പരാമർശിക്കപ്പെടും, ഹംസ റളിയല്ലാഹു അൻഹു പരാമർശിക്കപ്പെടും. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ പരീക്ഷിക്കപ്പെടുന്നവരെ അള്ളാഹു പറയുന്നു. ഇന്നിപ്പോ ഞാൻ അയ്യൂബ് നബിയുടെ കഥ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇന്ന വജദ്നാഹു സാബിറാ, അല്ലാഹു തആല ക്ഷമാശീലനായി അയ്യൂബ് നബിയെ തിരഞ്ഞെടുത്തപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ അയ്യൂബ് നബിയുടെ പേര്. നിങ്ങൾ കേട്ടു, ലോകം മുഴുവനും ആദരിക്കും, ലോകം അവസാനിക്കുന്നതുവരെ. രണ്ടാമതായി അത്തർബിയ, അല്ലാഹു തആല തർബിയത്ത് കൊടുക്കുകയാണ്. ഫഇന്നല്ലാഹ യുറബ്ബി ഖൽബഹു ഹത്താ തസദ്ദഖ ഖൽബഹു. അല്ലാഹു അവരെ തർബിയത്ത് ചെയ്യുക, ഹൃദയം ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരീക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് അള്ളൊരു പരീക്ഷണം തന്നാൽ നമ്മുടെ ഈമാൻ ഒന്നുകൂടെ ഉറക്കുക. അല്ല നമ്മളെ ഇങ്ങനെ കറക്റ്റ് നമ്മളെ തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷണങ്ങൾ വരുന്നവർ അങ്ങനെ പഠിച്ചോളി. എന്ത് പരീക്ഷണമായാലും അല്ല നിങ്ങളെ തർബിയത്ത് ചെയ്യാൻ. ഇവിടെ ജീവിതത്തിൽ അള്ളാഹു തർബിയത്ത് തരിക. നമുക്ക് മൂന്നാമത്തേത്
തഹ്ഖീഖുൽ ഉബൂദിയ്യ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കഴിവുമില്ല, ഒരു കഴിവ് നമുക്കില്ല, കോടികളുള്ള. യൂസുഫ് അലി സാഹിബ് പറഞ്ഞത് എന്താണ്? എപ്പോഴെങ്കിലും നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഉപകരിച്ചില്ല എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ഉപ്പാടെ രോഗം വന്നപ്പോ. അലക്സാണ്ടർ ചക്രവർത്തി മരിക്കാൻ നേരത്ത് പറഞ്ഞ എന്താ? എല്ലാരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോ ഒരു കാര്യം ചെയ്യണം, ഉണ്ടാക്കിയ മുഴുവൻ സ്വത്തും നിങ്ങൾ എന്റെ ശവമഞ്ചത്തിന്റെ പുറകിലൂടെ നടന്നിട്ട് വാരി വിതരണം, എല്ലാരും അറിയട്ടെ ഞാൻ ഒന്നും കൊണ്ടുപോയില്ല, എന്റെ 2 കൈ പൊതിയാതെ വെളിയിലെടുത്തിട്ടേക്കണം, മയ്യത്ത് കൊണ്ടുപോകുമ്പോ 2 കൈ തുറന്നിങ്ങനെ വെച്ചിരിക്കാൻ. എന്താ കാര്യം? ഒന്നും കൊണ്ടുപോയില്ല, വെറും കൈയോടെ മടങ്ങിപ്പോവണമെന്ന് ലോകം അറിയട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പണം ഉണ്ടെങ്കിലും ഒന്നുമല്ല, അധികാരം ഉണ്ടെങ്കിലും ഒന്നുമല്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ലോകം അടക്കി ഭരിച്ച, ലോക പോലീസ് ചമഞ്ഞ, സർവ അഹങ്കാരിയായ, വംശവെറിയനായ, വെള്ളക്കാരനായ, ശതകോടീശ്വരനായ ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഒരു നായക്കും വേണ്ട, അല്ലേ? എവിടെയെങ്കിലും നിങ്ങൾ കേട്ടോ ജോസഫ് ബൈഡൻ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് അധികാരം കൈയാളിയപ്പോൾ ആരാണ് ജോസഫ് ബൈഡൻ? ഏറെ സമയം പ്രസംഗിച്ചാലും നാക്കുളുക്കിയിട്ട് വിഡ്ഢിത്തരങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന, അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ്, ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്ന ജോസഫ് ബൈഡൻ എന്ന ജോ ബൈഡൻ തന്റെ മകൻ, തന്റെ ഭാര്യയും 2 മക്കളും കൂടിയുള്ള യാത്രയിൽ അപകടത്തിൽപ്പെട്ട് ഭാര്യ മരണപ്പെട്ടു പോയി. അടുത്ത അപകടത്തിൽ മകൻ മരണപ്പെട്ടു പോയി. രോഗം പിടിപെട്ട് അടുത്ത മകനും മരിച്ചുപോയി. ഭാര്യ 2 മക്കളും നഷ്ടപ്പെട്ട് പിന്നീട് വേറെ വിവാഹം കഴിച്ച് ജോസഫ് ബൈഡൻ എന്ന ജോ ബൈഡൻ പ്രസംഗിക്കാൻ വാ തുറന്നാൽ അബദ്ധങ്ങൾ മാത്രം പുറത്തു വന്ന് ആളുകളുടെ ഇടയിൽ മുഴുവനും കോമാളിയായി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ ആ ജോസഫ് ബൈഡനെ ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഈ അമേരിക്കയുടെ വൈറ്റ് ഹൗസിന്റെ അധിപനായി ലോകം മുഴുവനും അംഗീകരിച്ചുകൊണ്ട് ജോസഫ് ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായി വാണരുളിയപ്പോൾ കോടീശ്വരനായ ഡൊണാൾഡ് ട്രംപ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഏതാനും തുച്ഛമായ ദിവസങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ ചാർട്ടേഡ് വിമാനത്തിൽ കിച്ചൺ കൊണ്ടുവന്നു, ചാർട്ടേഡ് വിമാനത്തിൽ വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നു, ചാർട്ടേഡ് വിമാനത്തിൽ ക്ലോസറ്റ് കൊണ്ടുവന്നു. ഇവിടത്തെ ഇന്ത്യൻ ക്ലോസറ്റിൽ മൂപ്പര് ബാത്റൂമിൽ പോകൂല, ഇന്ത്യയുടെ വാഷിംഗ് മെഷീനിൽ മൂപ്പറുടെ സൂട്ടും കോട്ടും വാഷ് ചെയ്യൂല, ഇന്ത്യയുടെ കിച്ചണിൽ മൂപ്പർ കട്ടൻ ചായ ഇട്ട് കുടിക്കൂല. ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നു. ലോക പോലീസ് ചമഞ്ഞിരുന്ന ശതകോടീശ്വരനായ, ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായ, വംശവെറിയനായ ഈ ഡൊണാൾഡ് ട്രംപ് ആലോചിച്ചു നോക്കൂ, ചരിത്രത്തിൽ ഇംപീച്ച്മെന്റ് 2 തവണ ചെയ്യപ്പെട്ട ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കയുടെ സാധാരണക്കാരനെന്ന് പറയാൻ പറ്റൂല, അമേരിക്കയുടെ സാധാരണക്കാരനായ മനുഷ്യരെന്ന് പറയാൻ പോലും പറ്റൂല. എന്തുകൊണ്ട് ശ്രദ്ധിച്ചോ? അമേരിക്കക്കാരനായ, ഇന്നവിടെ ഏതെങ്കിലും ഒരു കവലയിൽ തൊഴിലെടുക്കുന്ന അമേരിക്കക്കാരനായ ഏതെങ്കിലും സാധാരണക്കാരന് വേണമെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലോ റിപ്പബ്ലിക്കൻ പാർട്ടിയിലോ ചേർന്നുകൊണ്ട് മത്സരിച്ചാൽ 4 വർഷം കഴിഞ്ഞ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാം. പക്ഷേ ഡൊണാൾഡ് ട്രംപിന് ഖിയാമത്ത് നാൾ വരെ ഇനി മത്സരിക്കാൻ പറ്റൂല. കാരണം അമേരിക്കൻ പൗരത്വം ഉണ്ട് എന്നതിനപ്പുറം സാധാരണക്കാരനായി 2 തവണ ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഒരിക്കലും ഇനി അധികാരത്തിന് വേണ്ടി മത്സരിക്കാൻ പറ്റാത്ത വണ്ണം നാട്ടിൽ നിന്നും അല്ലാഹു നാട് കടത്തി. പുതിയ അധികാരത്തിന്റെ പ്രസിഡന്റ് വരുമ്പോ സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാര് ചെയ്യുന്നത് ഒരു ചായ സൽക്കാരം, നിയുക്ത പ്രസിഡന്റുമായിട്ട് ഒരു കൂടിക്കാഴ്ച, അവിടെ അന്തേവാസികളുമായിട്ട് ഒരു ഫോട്ടോ എടുപ്പ്, എന്നിട്ട് ഗുഡ് ബൈ പറഞ്ഞ് വാഷിംഗ്ടണിലേക്ക് നിന്ന് വിട പറയുന്നു. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഇതിനൊന്നും നിൽക്കാതെ പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ വാഷിംഗ്ടണോട് ഗുഡ് ബൈ പറഞ്ഞു കൊണ്ടുപോയി. ഇന്ന് കായില്ലാത്തവൻ കോഴിക്കടയുടെ മുമ്പിൽ വായി നോക്കിയിരിക്കുന്നത് പോലെ ഇവിടെ ഇരിപ്പുണ്ടാവും. ഒന്നുമല്ലാതായി. അധികാരം കൊണ്ട് എന്തെങ്കിലും നേടാൻ പറ്റുമോ? പണം കൊണ്ട് എന്തെങ്കിലും നേടാൻ പറ്റുമോ? ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇന്ന് ഈ പ്രസംഗിക്കുമ്പോഴും ഭൂമിയിലേക്ക് താണുകൊണ്ടിരിക്കുന്നു. ഖാറൂൻ അവന്റെ സമ്പാദ്യവുമായിട്ട്. സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും നേടൂല പ്രിയപ്പെട്ടവരെ. അധികാരം പോവും. അധികാരം ഇന്ന് വരും, നാളെ പോവും. അധികാരവും ഒന്നും നിലനിൽക്കില്ല, ഒരിക്കലും നിലനിൽക്കില്ല. ആരോഗ്യം നിലനിൽക്കോ? ഇല്ല. കേൾവിശക്തി കുറയും, കാഴ്ചശക്തി കുറയും, പിന്നെ കൈ പൊങ്ങാതാവും, കാല് നടക്കാതാവും. ഇതൊക്കെ സംഭവിക്കും. അധികാരവും ആരോഗ്യവും സമ്പത്തും ഒക്കെ നശിച്ചു പോകും. അപ്പോഴും
നമ്മൾ ഒന്നുമല്ലെന്ന പരീക്ഷണം അല്ലാഹു തരുന്നത്. നിങ്ങൾ ഒന്നുമല്ല എന്ന തഹ്ഖീഖുൽ ഉബൂദിയ്യ, നിങ്ങൾ ഒന്നുമല്ല എന്റെ അടിമയാണെന്ന് അല്ലാഹു കാണിച്ചു തരികയാ. നാലാമതായിട്ട് സഹോദരങ്ങളെ, അൽ അജ്റു ഫിൽ ആഖിറതി, അല്ലാഹു ആഖിറത്തിലേക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രതിഫലം കാത്തു വെച്ചിരിക്കുകയാണ്. ഒരാൾക്ക് ഒരു പരീക്ഷണം തന്നാൽ ഈ 4 കാര്യമാണ്. ഒന്ന് മറന്നു പോകരുത്. 1, ദുനിയാവിൽ ഒന്ന് സ്മരിക്കപ്പെടും നിങ്ങൾ. 2, നിങ്ങൾ അല്ലാഹു ഹൃദയം വിശാലമായി തർബിയത്ത് ചെയ്യുകയാണ്. 3, നിങ്ങൾ ഒന്നുമല്ലാത്ത ദാസനാണ്, അടിമയാണ് എന്ന് അറിയിക്കുകയാണ്. 4, ഇതിന് അല്ലാഹു നാളെ പരലോകത്ത് പ്രതിഫലം വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്നവരെ രോഗത്തിന്റെ കാഠിന്യത കൊണ്ട് ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമുക്ക് അല്ലാഹു തന്ന പരീക്ഷണങ്ങൾ ഉണ്ടല്ലോ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പറയുമല്ല, പരീക്ഷണങ്ങൾ ഒന്നുമില്ലാതെ ദുനിയാവിൽ ജീവിച്ച ആളുകൾ പറയും, അല്ലാഹുവേ കാനത്ത് കുരിലത്ത് ബിൽ മഖാരിലി ഫി ദുനിയാ, ദുനിയാവിൽ എന്റെ ശരീരം മുഴുവൻ കത്രിക്കപ്പെട്ടിരുന്നെങ്കിൽ റബ്ബേ, അവിടെ ആഖിറത്തിൽ അല്ലാഹു തആല പരീക്ഷിക്കപ്പെട്ടവർക്ക് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ ഇവിടെ ആരോഗ്യത്തോടെ ജീവിച്ചവര്, രോഗമൊന്നുമില്ലാതെ സന്തോഷത്തോടെ കഴിഞ്ഞവര്, ആഖിറത്തിലെത്തുമ്പോൾ അല്ലാഹു തആല ആരോഗ്യം ഇല്ലാത്ത രോഗികൾക്ക് അല്ലാഹു അവിടെ പ്രതിഫലം കൊടുക്കുന്നത് കാണുമ്പോ സഹോദരങ്ങളെ ആഗ്രഹിച്ചു പോകും, ദുനിയാവിൽ ഞങ്ങൾ പരീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് റബ്ബേ, ഇവിടെ ക്യാൻസർ തരല്ലേ എന്ന് ദുആ ചെയ്യുമ്പോ നാളെ ആഖിറത്തിൽ അറിയാതെ പറഞ്ഞു പോകുമല്ല, ഈ ക്യാൻസർ രോഗികൾക്ക് ഇത്ര പ്രതിഫലം നീ കൊടുക്കുന്നെങ്കിൽ പടച്ചവനെ, ദുനിയാവിൽ എന്റെ കണ്ണിന് ക്യാൻസർ വന്നിരുന്നെങ്കിൽ, എന്റെ കാലിന് ക്യാൻസർ വന്നിരുന്നെങ്കിൽ, എന്റെ ശരീരം മുഴുവനും രോഗം കൊണ്ട് അല്ലാഹുവേ, ഈ കാനത്ത് ഖുരിലത്ത് ബിൽ മഖാരിദി, ശരീരം മുഴുവനും മുറിക്കപ്പെട്ട് എന്നെ അല്ലാഹുവേ നീ ദുനിയാവിൽ വലിയ പരീക്ഷണങ്ങളെ തന്നിരുന്നെങ്കിലെന്ന് ആഖിറത്തിൽ കൊതിച്ചു പോകുമെന്നല്ലേ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു അത്രയും പ്രതിഫലം അവിടെ കൊടുക്കട്ടെ. സഹോദരങ്ങളെ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ പ്രിയ മാതാവിനാദ്യ തല ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ആ ഓപ്പറേഷൻ തലയോട്ടി തുറന്നിട്ട് തലച്ചോറിനകത്ത് അതിന്റെ അനോറിസം എന്ന് പറയുന്ന ഒരു സർജറിയാ നടന്നത് ബ്രെയിനില്. അതിനുശേഷം എന്റെ പ്രിയ മാതാവിന്റെ വലത്തേക്കാല് 53ഓളം കുത്തിക്കെട്ടുകൾ, 53ഓളം സ്റ്റിച്ചുള്ള ഒരു വലിയ ഓപ്പറേഷൻ കാലിൽ നടന്നു. അത് കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ബ്രസ്റ്റിൽ ക്യാൻസർ വന്നു. ആ ബ്രസ്റ്റ് റിമൂവ് ചെയ്തതിനു ശേഷം 9 കീമോ കഴിഞ്ഞു, 15 റേഡിയേഷൻ പറഞ്ഞതിൽ 12 കഴിഞ്ഞു, ബാക്കി 3 ബാക്കി നിൽക്കുകയാ. നിങ്ങൾ ദുആ ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവരെ. പരീക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് തരുമ്പോൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? നാളെ ആഖിറത്തിൽ അല്ലാഹു വലിയ പ്രതിഫലം നമുക്ക് വെച്ചിരിക്കുകയാ. രോഗികൾക്ക് അല്ലാഹു കൊടുക്കുന്ന, ക്ഷമിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന കാര്യമാണ് ആഖിറത്തിലെ വലിയ പ്രതിഫലമെന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹു തരുന്ന പരീക്ഷണങ്ങൾ ഇന്നാ വജദനാഹു സാബിറാ, ക്ഷമയോടെ 2 കൈയും നീട്ടി സ്വീകരിച്ചാൽ അയ്യൂബ് നബിയെ പറ്റി അല്ലാഹു പറഞ്ഞു, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല അടിമയാണ് അയ്യൂബ് നബി എന്ന് അല്ലാഹു തന്നെ അവന്റെ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുമ്പോ ഒരു സഹോദരിയുടെ വിരലൊന്ന് മുറിഞ്ഞു പോയി. ആ സഹോദരിയുടെ വിരൽ എങ്ങനെ മുറിഞ്ഞപ്പോ കഠിനമായ വേദന കൊണ്ട് പുളയുന്ന സഹോദരി, ശരീരത്തിൽ നിന്നിങ്ങനെ ചോരയിറ്റിറ്റ് വീഴുന്ന സഹോദരി ഉടൻ തന്നെ ചിരിക്കാൻ തുടങ്ങിയെന്ന ആ സഹോദരിയുടെ വിരൽ മുറിഞ്ഞപ്പോൾ ചിരിക്കുന്നത് കണ്ടിട്ട് ആരോ ചോദിച്ചു, നിങ്ങൾ വിരൽ മുറിഞ്ഞപ്പോ ചിരിക്കുകയാണോ? ആ സഹോദരിയുടെ മറുപടി എന്താ? ഹലാവത്തു അജ്രിഹാ അൻസത്നി മിറാറത ദിക്രിഹാ, ഈ വിരൽ മുറിക്കപ്പെട്ടതിന് നാളെ റബ്ബ് തരുന്ന പ്രതിഫലം ഓർത്തപ്പോ ഇവിടെ ഞാൻ വേദന അറിയുന്നില്ല, അവിടത്തെ മാധുര്യം എന്നെ വല്ലാതെ ഇതിനെ മറപ്പിച്ച് കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു വിരൽ പച്ചം മുറിഞ്ഞു പോയ ഒരു പെങ്ങളാണെങ്കിൽ ഇന്നമായി അജ്റഹും ബിഗൈരി ഹിസാബ്, സൂറത്ത് സുമറിൽ അല്ലാഹു പറയുന്നു, അല്ലാഹു തആല വർണ്ണമായ പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കുന്നു ക്ഷമിച്ചവർക്ക്. നിസ്കാര
നിസ്കാരമുള്ളവർക്ക് പൂർത്തിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞില്ല, നോമ്പകാക്ക് പൂർത്തിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞില്ല. പക്ഷെ ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായതിന്റെ പ്രതിഫലം കൊടുക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ തരുമ്പോ അത് ക്ഷമയോടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണേ, ക്ഷമയോടെ പിടിച്ചു നിൽക്കാൻ കഴിയണേ. ഒരു 3 മിനിറ്റ് കൊണ്ട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാ. മഹാനായ ഔഫ് ബിൻ മാലിക്കുൽ അശ്ജഈ റളിയല്ലാഹു അൻഹു ഇതെന്റെ സഹോദരിമാർക്ക് ഇന്നു മുതൽ അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ലൈവായിട്ട് സ്വദേശത്തും വിദേശത്തും കാണുന്ന സഹോദര സഹോദരിമാർക്ക് അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞതും അമൽ ചെയ്യാൻ തന്നെയാണ്. ഇന്നത്തെ പ്രസംഗത്തിന്റെ സമ്മാനമായി എനിക്ക് എന്റെ ഉസ്താദുമാരെന്നെ പഠിപ്പിച്ചത് ഞാൻ നിങ്ങൾക്കും കൈമാറുകയാണ്. സഹോദരങ്ങളെ, ഔഫ് ബിൻ മാലിക്കുൽ അശ്ജഈ റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കാണാനില്ല, മകനെ കാണാതായി. തന്റെ പ്രിയപ്പെട്ട ഉമ്മ അഥവാ ഔഫ് ബിൻ മാലിക്കിന്റെ പ്രിയപ്പെട്ട ഭാര്യ വല്ലാതെ കരയാൻ തുടങ്ങി. ഒരു മകൻ നഷ്ടപ്പെട്ടാൽ, കാണാതെ പോയാൽ ഒരു ഉമ്മയ്ക്ക് സഹിക്കാൻ പറ്റൂലല്ലോ. വല്ലാതെ കരച്ചിലായപ്പോൾ ഔഫ് ബിൻ മാലിക് അശ്ജഈ റളിയല്ലാഹു അൻഹു നേരെ പോയി ഇലാ ഹദറത്തി റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ നബിയേ, എന്റെ മോനെ കാണാനില്ല, എന്റെ ഭാര്യ വല്ലാത്ത കരച്ചിലാണ്, സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുണ്യപ്രവാചകരെ, എന്താണ് എനിക്കൊരു വഴി പറഞ്ഞു തരുവോ? എന്റെ മകനെ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് ഔഫ് ബിൻ മാലിക് അശ്ജഈയോട് പറയുന്നു, ഇത്തഖി വസ്ബിർ, നിങ്ങൾ ക്ഷമിക്ക്, റബ്ബിനെ സൂക്ഷിക്ക്. വഅമറുക വഇയാഹ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങൾ ചെയ്യേണ്ടത് അൻതസ്തഗ്ഫിറാ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ രണ്ടുപേരും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ചൊല്ലിക്കോ. പരീക്ഷണങ്ങൾ വന്ന പെങ്ങള്, മക്കളില്ലാതെ വിഷമിക്കുന്നവര്, അതുപോലെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയവര്, അതുപോലെ സമ്പാദനങ്ങൾക്ക് രോഗമുള്ളവര്, എഴുതി വെച്ചോ. ഏത് സമയത്തും നമ്മൾ പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് പറയണം എന്ന് തന്റെ ഭർത്താവിനോടും ഭാര്യയോട് പറയാൻ ഭർത്താവിനോട് റസൂലുള്ള പറഞ്ഞു വിട്ടു. അറിയണോ നിങ്ങൾക്ക് ഇനി എന്താ സംഭവിച്ചതെന്ന്? വീട്ടിൽ വന്ന് ഔഫ് ബിൻ മാലിക് അശ്ജഈ തന്റെ ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ടോളെ, നബി തങ്ങൾ ഇത് ചൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. രണ്ടുപേരും ചൊല്ലാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഈ തടവിൽ പിടിക്കപ്പെട്ട സ്ഥലത്ത് അഥവാ തട്ടിക്കൊണ്ടുപോയ കള്ളന്മാര്, വഴിക്കൊള്ളക്കാരും മയക്കത്തിലായി. അവര് ഈ മോനെ മറന്നുപോയി. നോക്കുമ്പോൾ മകനെ തടയാൻ ആരുമില്ല. വഴിക്കൊള്ളക്കാരെ പിടിച്ചുകൊണ്ടുപോയ കവർച്ചാ സംഘം ഉറക്കത്തിലാണ്, ഉറങ്ങിപ്പോയി അറിയാതെ. ഈ മകനെ തിരിച്ചു വീട്ടിലേക്ക് രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോ 4000 ആട്ടിൻപറ്റങ്ങള്, 4000 ആട്ടിൻപറ്റങ്ങൾ ഇങ്ങനെ ഈ കവർച്ചക്കാട് ആട്ടിൻപറ്റങ്ങൾ നിൽക്കുകയാ. ഈ 4000 ആട്ടിൻപറ്റങ്ങളെയും തെളിച്ചുകൊണ്ട് തന്റെ പൊന്നുമോന് ഔഫ് ബിൻ മാലിക് അശ്ജഈയുടെയും ഭാര്യയുടെയും മുമ്പിലേക്ക് മടങ്ങി വന്നു. 4000 ആട്ടിൻപറ്റങ്ങളെയും കൊണ്ട് സഹോദരങ്ങളെ മടങ്ങി വന്ന പൊന്നുമോന് എല്ലാ ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും വിഷമങ്ങളിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ വാക്കേതാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദര, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഏത് പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ചൊല്ലിക്കോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 99 രോഗങ്ങൾക്ക് ശമനമാണ്. അതിൽ ഐസറുഹാ അൽ ഹമ്മു, ഏറ്റവും ചെറിയ രോഗമെന്നത് മനപ്രയാസമാണ്. ഐസറുഹാ അൽ ഫഖ്റു, ഏറ്റവും താഴെയുള്ളത് മറ്റൊരു റിപ്പോർട്ടിൽ ദാരിദ്ര്യമാണ്. നിങ്ങൾക്ക് സമ്പന്നത വന്നു കൂടും, നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടും, ശരീരത്തിന് ആരോഗ്യമുണ്ടാകും, സമ്പത്തിനുള്ള വർധനവ് തരും. എല്ലാത്തിനും പരിഹാരം ഇതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.